നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6-ൽ ഏറ്റവും അധികം പ്രേക്ഷകർ കാണാൻ കാത്തിരുന്ന രണ്ട് പ്രണയ ജോഡികളായിരുന്നു ഗബ്രിയും ജാസ്മിനും. ഇവർ തമ്മിൽ അകത്ത് വലിയ തോതിലുള്ള ഒരു പ്രണയ ട്രാക്കൊക്കെ അരങ്ങേറി. ഇത് വെറുതെ മറ്റുള്ള പ്രേക്ഷകരെയൊക്കെ കളിപ്പിക്കാനാണ് എന്നുള്ള ധാരണയായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് അതിൻ്റെ ബിഗ് ബോസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു. അതായത് ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഒരു പിരിയാനാവാത്ത തരത്തിലുള്ള ഒരു ബന്ധം ഉടലെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യം ഗബ്രിയാണ് ബിഗ് ബോസ് വിട്ടു പോയതെങ്കിലും ജാസ്മിൻ ഗബ്രിയുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ ഗബ്രി കൊടുത്ത മാലയും മോതിരവും ഒക്കെയായി ഇരിക്കുന്ന കാഴ്ചകൾ മലയാളികൾ കണ്ടതാണ്. പിന്നീട് ജാസ്മിൻ ഫിനാലയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴും ഇവർ തമ്മിൽ വലിയ തോതിലുള്ള അടുപ്പം കാഴ്ചവെച്ചിരുന്നു. യാത്രകളിലും അതുപോലെ തന്നെ ചടങ്ങുകളിലുമൊക്കെ ഇരുവരും ഒരുമിച്ചാണ് എത്തിയിരുന്നതും. അതോടുകൂടി ഇവർ പ്രണയത്തിലാണ് എന്നും വിവാഹിതരാകുന്നു എന്നുമൊക്കെയുള്ള വാർത്തകൾ വന്നുവെങ്കിലും തങ്ങൾ തമ്മിൽ ഒരു ഡീപ്പ് സൗഹൃദമാണ് കാത്തുസൂക്ഷിക്കുന്നത്, പ്രണയത്തിനപ്പുറമുള്ള ഒരു സൗഹൃദമാണ് കാത്തുസൂക്ഷിക്കുന്നത് എന്നാണ് ജാസ്മിനും ഗബ്രിയും പറഞ്ഞത്. എന്നാൽ കുറച്ച് നാളുകളായി ഈ ഗബ്രിയും ജാസ്മിനും ഒരുമിച്ചുള്ള ഫോട്ടോയോ വീഡിയോയോ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ജാസ്മിൻ മറ്റൊരു വീഡിയോയുമായി പ്രത്യക്ഷപ്പെട്ടത്. അതിനകത്ത് അതിൻ്റെ ക്യാപ്ഷൻ തന്നെ ഇങ്ങനെയായിരുന്നു: ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്നു എന്നായിരുന്നു ക്യാപ്ഷൻ. ജാസ്മിനും ഗബ്രിയും ഒരുമിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അതായത് താൻ തന്നെയാണ് ഗബ്രിയെ വിളിച്ചു വരുത്തിയത്, തനിക്കൊരു ഗിഫ്റ്റ് കിട്ടാനുണ്ട്, അത് വാങ്ങാൻ പോകുന്നത് ഗബ്രിയാണ് എന്നും താനിപ്പോൾ ഒരു ബ്രൈഡൽ മേക്കപ്പിലാണ്, അതുപോലെ വധുവിൻ്റെ മേക്കപ്പിലാണ് ഇരിക്കുന്നത്, ഒരു പരസ്യ ചിത്രത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്, അതുകൊണ്ട് തനിക്ക് ആ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പോകാൻ കഴിയില്ല, അതിന് ഗബ്രിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞത്. എന്നാൽ എന്താണ് ഗിഫ്റ്റ് എന്ന് ആദ്യം പുറത്ത് പറഞ്ഞിരുന്നില്ല എങ്കിലും ഒടുവിൽ ആ വീഡിയോയുടെ അവസാനം ജാസ്മിൻ തന്നെ പറയുന്നുണ്ട്: ഒരു പറക്കും അണ്ണാനാണ് ആ ഗിഫ്റ്റ്, അത് ഇനി എനിക്ക് കൂട്ടായി എപ്പോഴും ഉണ്ടാകും, കുഞ്ഞൻ എന്നാണ് ഞാൻ അവന് പേരിട്ടിരിക്കുന്നത് എന്നും ജാസ്മിൻ പറയുന്നുണ്ട്. എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദമാണോ അതോ പ്രണയമാണോ എന്നറിയത്തില്ലാത്ത തരത്തിലുള്ള ഒരു റിലേഷൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. തീർച്ചയായിട്ടും ഇവർ പ്രണയത്തിലാണ് എന്നും വിവാഹിതനാകുന്നു എന്നുമൊക്കെയുള്ള വാർത്തകൾ കേൾക്കാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്.